തെക്കൻ ഇസ്രായേലിലെ അറാത്തിലും ആണവ കേന്ദ്രങ്ങളുള്ള ഡിമോണയിലുമെല്ലാം സംഭവിച്ച നാശനഷ്ടങ്ങൾ ആ ഞെട്ടൽ ഇരട്ടിയാക്കി. എങ്ങനെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതെന്ന് വാഴ്ത്തപ്പെട്ട ഒരു പ്രതിരോധ സംവിധാനത്തെ ഇറാൻ കബളിപ്പിച്ച് തകർത്തുകളഞ്ഞത്? ഇതൊരു സാധാരണ ആക്രമണമായിരുന്നില്ല, മറിച്ച് കരുതലോടെ മെനഞ്ഞ ഒരു സൈനിക മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ആകാശത്ത് കണ്ടത് ഒരു വമ്പൻ പ്രതിരോധ വെടിക്കെട്ടായിരുന്നു. ഇറാന്റെ തന്ത്രം സിമ്പിളായിരുന്നു, എന്നാൽ അതീവ ബുദ്ധിപരവും. ഒറ്റയടിക്ക് വമ്പൻ ആക്രമണം നടത്താതെ അവർ ഘട്ടം ഘട്ടമായുള്ള ഒരു നീക്കത്തിനാണ് തുടക്കമിട്ടത്. ആദ്യപടിയായി വില കുറഞ്ഞ നിരുപദ്രവകാരികളെന്ന് തോന്നിക്കുന്ന ഡ്രോണുകളും ചെറിയ ക്രൂയിസ് മിസൈലുകളും ഒരു പടിയായി ഇസ്രായേൽ ആകാശത്തേക്ക് പറന്നു. സിനിമകളിലെ ഹീറോ എൻട്രിയെ പോലെ കൂട്ടമായി അവർ പാഞ്ഞെടുത്തു. ഇവയെ തടയാൻ ഇസ്രായേലിന്റെ അതിവേഗ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ആകാശത്ത് തീഗോളങ്ങളായി പറന്നുയർന്നു. ഓരോ ഡ്രോണിനെയും തുരത്താൻ ഓരോ ഇന്റർസെപ്റ്റർ മിസൈൽ. ആകാശത്ത് തീജ്വാലകൾ നിറഞ്ഞു. പൊട്ടിത്തെറികൾ ഒരു യുദ്ധക്കളം പോലെ ഭീതി വിതച്ചു. ഇറാന്റെ തന്ത്രം വിജയിച്ചു. ഓരോ വില കുറഞ്ഞ ഡ്രോണിനെയും ഇടിച്ചു താഴ്ത്താൻ വില കൂടിയ ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ ഉപയോഗിക്കേണ്ടി വന്നു. ഒരു പരിധി കഴിയുമ്പോൾ ഇന്റർസെപ്റ്ററുകളുടെ സ്റ്റോക്ക് തീരും. കൃത്യമായി ഇറാൻ അത് തന്നെയായിരുന്നു ലക്ഷ്യമിട്ടത്. ആദ്യഘട്ടത്തിലെ ഒരു പ്രതിരോധ വെടിക്കെട്ട് കഴിയുമ്പോൾ ഇസ്രായേലിന്റെ ആകാശക്കോട്ടയുടെ കൈവശമുള്ള ആയുധങ്ങളെല്ലാം തീർന്നു. ഈ തക്കം നോക്കി ഇറാൻ അവരുടെ യഥാർത്ഥ അശ്വമേധം തുടങ്ങി. അതീവ പ്രഹരശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ. ശബ്ദാതിവേഗത്തിൽ പാഞ്ഞെത്തുന്ന ഈ ഭീകര മിസൈലുകളെ തടയാൻ അധികം ഇന്റർസെപ്റ്റുകളില്ലാതെ ഇസ്രായേൽ പ്രതിരോധം പാടുപെട്ടു. 1-2 ലക്ഷങ്ങൾ വില വരുന്ന ഡ്രോണുകൾക്ക് വേണ്ടി കോടികൾ വില വരുന്ന ഇന്റർസെപ്റ്ററുകൾ ഉപയോഗിച്ച് സ്റ്റോക്ക് തീർത്ത് ശതകോടികൾ വില വരുന്ന പ്രധാന കേന്ദ്രങ്ങൾ തകർക്കുന്ന ഒരു ചീപ്പ് യുദ്ധതന്ത്രം.